നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. CPM-നെ കുടുക്കി കത്ത് ചോർച്ച വിവാദം. പാർട്ടിയിലെ രഹസ്യം ഡൽഹി ഹൈക്കോടതിയിലെ അങ്ങാടിപ്പാട്ട. വിശദാംശങ്ങളിലേക്ക് വരാം. തലക്കെട്ടുകൾ. CPM-ൽ കത്ത് ചോർച്ച വിവാദം. ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PBക്ക് ചെന്നൈ വ്യവസായി നൽകിയ പരാതി ചോർന്നു. കത്ത് മാനനഷ്ട കേസിൽ രേഖയായി കോടതിയിൽ. രാജേഷ് വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയെന്ന് പരാതിയിൽ. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്ന പരാതിക്കാരൻ ഷർഷാദ്. അന്വേഷണം ആവശ്യപ്പെട്ട MA ബേബിക്ക് പുതിയ പരാതി. സാമ്പത്തിക ഇടപാട് നടന്നത് സർക്കാർ പദ്ധതിയിലെന്ന് പ്രതിപക്ഷം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കമിട്ട രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കം. ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്ക് മാധ്യമങ്ങളെ കാണും. ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ചത് വാനരന്മാരെന്ന് സുരേഷ് ഗോപിയുടെ പരിഹാസം. മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന MP. MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ നീക്കം. ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഭരണ നേതൃത്വത്തിനെതിരായ പരാമർശം നീക്കം ചെയ്യാൻ. അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന വാദവും ഉന്നയിച്ചേക്കും. അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് VD സതീശൻ. കർഷകർക്ക് സൗജന്യ സൗരോർജ്ജ പമ്പ് നൽകാനുള്ള കേന്ദ്ര സോളാർ പദ്ധതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് രമേശ് ചെന്നിത്തലയുടെ പരാതി. അനേർട്ടിൽ നടന്ന 100 കോടിയുടെ ക്രമക്കേടും ടെൻഡർ നടപടികളും അന്വേഷിക്കണമെന്നാവശ്യം. രമേശ് ചെന്നിത്തല പരാതി നൽകിയത് രേഖകളോടെ. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. പ്രഖ്യാപനം BJP പാർലമെന്ററി യോഗത്തിനു ശേഷം. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ. നാമനിർദ്ദേശ പത്രിക നൽകാൻ വ്യാഴാഴ്ച വരെ സമയം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ഇളവുകൾക്കായുള്ള ചർച്ചകൾ നിർത്തിവെച്ച അമേരിക്ക. ചർച്ചകൾക്കായി US സംഘം എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടി. CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി കത്ത് ചോർച്ചാ വിവാദം. CPM-ലെ മന്ത്രിമാരടക്കം ഉന്നതരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചെന്നൈ വ്യവസായി പോളിറ്റ് ബ്യൂറോ അംഗത്തിനയച്ച കത്ത് ചോർന്നുവെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലായിരുന്നു കത്ത് നൽകിയിരുന്നത്. എന്നാൽ ആ കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസിലെ രേഖയായി എങ്ങനെ മാറിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കത്ത് ചോർന്നതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് പരാതിക്കാരനായ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആരോപിക്കുന്നു. CPM സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന രേഖകളാണ് കത്തിന്റെ രൂപത്തിൽ പുറത്തായത്. ലണ്ടനിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല പദ്ധതികളിലും നിക്ഷേപം നടത്തുകയും വിദേശത്തുനിന്ന് പണം വിവിധ അക്കൗണ്ടുകളിലായി CPM-ലെ ഉന്നത നേതാക്കൾക്ക് കൈമാറിയെന്നുമാണ് പ്രധാന ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട്ടിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് 2021 പോളിറ്റ് ബ്യൂറോ അംഗത്തിന് രേഖകൾ സഹിതം നൽകിയ കത്താണ് ചോർന്നിരിക്കുന്നത്. മധുര പാർട്ടി കോൺഗ്രസിൽ CPM പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന് രാജേഷ് കൃഷ്ണ എത്തിയപ്പോൾ പരാതി ഉയർന്നതിനെ തുടർന്ന് പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തപ്പോൾ മുൻപ് PBക്ക് ലഭിച്ച പരാതി കൂടി രേഖയായി നൽകുകയുണ്ടായി. ഏറെ നാളുകൾക്ക് മുൻപ് താൻ രഹസ്യമായി PBക്ക് അയച്ച കത്ത് ആരോപണ വിധേയന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്നും അത് കോടതിയിൽ രേഖയായി മാറിയത് എങ്ങനെയെന്നുമാണ് മുഹമ്മദ് ഷർഷാദ് ചോദിക്കുന്നത്. ഇക്കാര്യമുയർത്തി ജനറൽ സെക്രട്ടറി MA ബേബിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഷർഷാദ് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കത്ത് ചോർത്തി നൽകിയതിന് പിന്നിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷർഷാദ് ആരോപണം ഉന്നയിക്കുന്നത്. രാജേഷ് കൃഷ്ണയും ശ്യാമും തമ്മിൽ വർഷങ്ങളായി വളരെ അടുത്ത ബന്ധമാണ്. ഈ ബന്ധം ഉപയോഗിച്ച് കത്ത് ചോർന്നതായിരിക്കാമെന്ന ആരോപണം പരാതിക്കാരൻ ഉയർത്തുമ്പോൾ പാർട്ടി സംവിധാനങ്ങൾ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാനനഷ്ട കേസിൽ കത്തിന്റെ പകർപ്പ് ഉൾപ്പെട്ടതിനാൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ വിവാദം കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ തുടർഭരണം ലക്ഷ്യമിടുന്ന പാർട്ടിക്ക് കനത്ത ആഘാതമാണ് ഇപ്പോൾ കത്ത് ചോർത്തൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
CPM-ലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും CPM-ന്റെ ആരും കാണാത്ത മുഖമാണ് പുറത്തുവന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി മൂടിവെച്ചതെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തി എന്നാണ് മനസ്സിലാക്കുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിക്കുന്നു. ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത്. ഇപ്പോൾ ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ്. കാരണം ആരോപണ വിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി. സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത്. ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത്, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരിക്കുന്ന കത്ത് എങ്ങനെയാണ് ലീക്കായത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ 3-4 വർഷക്കാലം CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ഉം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. വിദേശത്തു നിന്നടക്കം CPM നേതാക്കൾക്ക് കോടികൾ നൽകിയ വിവരങ്ങൾ പുറത്തുവന്നിട്ടും CPM വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അനധികൃത സ്വത്തുസമ്പാദനവുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം വേണം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ വ്യവസായ പങ്കാളിയാണ് ആരോപണം ഉന്നയിച്ചത്. വിശദീകരിക്കാൻ CPM തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കടലാസ് കമ്പനി ഉണ്ടാക്കിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അധോലോക സംഘമായി CPM മാറിയെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വൻതോതിൽ പണം വിദേശത്ത് നിന്ന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ടും രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരിക, അത് അന്യ സംസ്ഥാനങ്ങളിലെ കടലാസ് കമ്പനികളിൽ കൂടി വെളുപ്പിച്ച് ചെറിയ തുകകളാക്കി CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകുക ചെറിയ കാര്യമല്ലേ ഇത്? അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഈ പണം ആരാണ് കൊടുത്തയക്കുന്നത്? എന്താണ് ഇതിൻ്റെ സാഹചര്യം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം കൊടുക്കുന്നത്? വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം ബീഹാറിൽ തുടക്കമാകും. RJD നേതാവ് തേജസ്വി യാദവ് രാഹുലിനൊപ്പം യാത്രയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ യാത്രയുടെ ഭാഗമാകും. ഇന്ന് ഔറംഗാബാദിൽ യാത്ര സമീപിക്കും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, രാജ്യത്തെ ഞെട്ടിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് പരിഷ്കരണം, ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമാകുന്നു. ആരൊക്കെ പങ്കെടുക്കുന്നു? പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടക്കം എങ്ങനെയൊക്കെയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്വപ്ന, വോട്ട് മോഷണത്തിനും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുന്നത്. 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്റർ ബീഹാറിൽ സഞ്ചരിക്കാനാണ് യാത്ര ഉദ്ദേശിക്കുന്നത്. 20 ജില്ലകളിലാണ് ഈ യാത്ര പര്യടനം നടത്തുന്ന. യാത്രയ്ക്കാണ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തുടങ്ങുന്നത്. യോഗ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്, KC വേണുഗോപാലുണ്ട്, അങ്ങനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM-ന്റെയും CPI-യുടെയും പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. മറ്റ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളുണ്ട്. തേജസ്വി യാദവ് അടക്കമുള്ള പ്രധാന നേതാക്കളുണ്ട്. ഇങ്ങനെ ബീഹാറിലും ഒപ്പം തന്നെ രാജ്യത്താകെ തന്നെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു യാത്രയ്ക്കും റാലിക്കുമെല്ലാം തന്നെ രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുന്നത്. ഇതൊരു തുടക്കം എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കാരണം കർണാടകത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടർ മോഷണവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആരോപണവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായത്. അതിനുശേഷം നിരവധി ഇടങ്ങളിൽ ഇക്കാര്യം കേരളത്തിലടക്കം ഇക്കാര്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നാണ് BJP പറയുന്നതെങ്കിലും അത് രാഷ്ട്രീയ ആയുധമായി വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ബീഹാറിൽ തുടങ്ങി പിന്നീട് അടുത്ത
തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും 30-ാം തീയതി വരെയാണ് ഈ യാത്ര തുടരുന്നത്. 1-ാം തീയതി പാട്നയിൽ വലിയ ബഹുജന റാലിയോടുകൂടി തന്നെയാണ് ഈ പരിപാടി അവസാനിക്കുന്നത്. അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കൂടിയെടുത്ത് വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നതിനും വലിയ ജനസഞ്ചയമാണ് ഈ യാത്രയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ ബീഹാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രാഹുലിനൊപ്പം യാത്രയിൽ പങ്കെടുക്കും. ഒപ്പം പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ യാത്രയുടെ ഭാഗമാവും. അതുതന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പല കാര്യങ്ങളിലും കോൺഗ്രസുമായി ഭിന്നാഭിപ്രായമുള്ള ആം ആദ്മി പാർട്ടിയും തൃണമൂലും TMCയും അടക്കമുള്ള നേതാക്കൾ, പാർട്ടികളിലെ നേതാക്കളടക്കം ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും രാഹുൽ ഗാന്ധിയുടെ വോട്ട് കവർച്ച ആരോപണവും കത്തിനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 3 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. പരാതിയുള്ളവർ ആ സമയത്ത് തന്നെ പിശകുകൾ ചൂണ്ടിക്കാണിക്കണമെന്നാണ് കമ്മീഷൻ പറയുന്നത്. ചില പാർട്ടികളും നേതാക്കളും വോട്ടർ പട്ടിക സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അക്കാര്യം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കണമായിരുന്നുവെന്ന് ഇന്നലെ കമ്മീഷൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഒടുവിൽ മൗനം വെടിഞ്ഞ സുരേഷ് ഗോപി. വോട്ടർ പട്ടിക വിവാദത്തിൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്ന സുരേഷ് ഗോപി. താൻ മറുപടി പറയില്ല, മറുപടി പറയേണ്ടത് അവരാണ്, താൻ മന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുമെന്നും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് ചോദിച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഈ തൃശ്ശൂരിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി, തൃശ്ശൂരിന്റെ വികസന നായകനായിരുന്നു ശക്തൻ നമ്പരാൻ. ആ ശക്തി തിരിച്ച് തൃശ്ശൂരിന് ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണം നടത്തണം. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ. ഇക്കരയായാലും ഇക്കരയായാലും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലായിരുന്നു. തങ്ങൾ ഉന്നയിച്ചത് ആരോപണമല്ല, സത്യമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ചൂണ്ടിക്കാണിച്ചത്. ഇത്രയും ദിവസം വാ തുറക്കാത്ത സുരേഷ് ഗോപി വാ തുറന്നത് തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV-യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV-യുടെ മോണിറ്ററോ പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാന്യനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ പ്രയോഗത്തിലൂടെ തൃശ്ശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചിരിക്കുകയാണ്. ബീഹാറിൽ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിലും SIR പ്രക്രിയയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിൽ അതൃപ്തിയുണ്ടെന്ന് ആവർത്തിച്ച കോൺഗ്രസ്. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. തങ്ങളുടെ ആശങ്കകൾ തെരുവുകളിലേക്കും നേരിട്ട് ബീഹാറിലെ ജനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കും. വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ.
അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കോടതി തള്ളിയത്. ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നതായാണ് സൂചന. വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഭരണ നേതൃത്വത്തിനെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണെന്നതാണ് ഉന്നയിക്കുന്ന വാദം. അപ്പീൽ പോകണമെന്ന അഭിപ്രായം വിജിലൻസിനുമുണ്ട്. ഇക്കാര്യം വിജിലൻസിലെ ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചതായാണ് സൂചന. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനെ അതിരൂക്ഷമായി കോടതി വിമർശിച്ചിരുന്നു. സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള വസ്തുതകൾ അന്വേഷണ റിപ്പോർട്ടിൽ ശേഖരിക്കപ്പെട്ടിട്ടില്ലെന്നും ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM കുസും സോളാർ പദ്ധതി ക്രമക്കേടിൽ വിജിലൻസിന് പരാതി നൽകി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രേഖകൾ സഹിതമാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. അനർട്ട് CEO നരേന്ദ്രനാഥ് വെല്ലൂരിയെ ഒന്നാം പ്രതിയാക്കിയാണ് പരാതി. 100 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിൻ്റെ സിഇഒയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്ന PM കുസും പദ്ധതിയിൽ 100 കോടിയുടെ ക്രമക്കേടെന്ന ഗുരുതര ആരോപണം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അനർട്ട് നടത്തിയ 100 കോടിയോളം രൂപയുടെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. അനർട്ട് CEO നരേന്ദ്രനാഥ് വെല്ലൂരിയെ ഒന്നാം പ്രതിയാക്കിയാണ് പരാതി നൽകിയിട്ടുള്ളത്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ടവർ ചെയ്തു. തുടക്കം മുതലുള്ള ക്രമക്കേടുകളും ടെൻഡർ നടപടികളും അന്വേഷണത്തിന് വിധേയമാക്കണം. അനർട്ട് CEO അഴിമതി നടത്തിയെന്നും അദ്ദേഹം വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട തെളിവുകളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. 2022 ഓഗസ്റ്റ് 10 പുറപ്പെടുവിച്ച ആദ്യ ടെൻഡർ മുതൽ ക്രമക്കേടുകളായിരുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകിയ സോളാർ കമ്പനി ടെൻഡറിൽ നിന്നും പിന്മാറിയതിൽ ക്രമക്കേടുണ്ട്. ആദ്യ കരാറിനേക്കാൾ വൻ തുക വ്യത്യാസത്തിലാണ് രണ്ടാം ടെൻഡറിൽ കരാർ സ്വീകരിച്ചത് എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ചെന്നിത്തല ഉന്നയിച്ചത്. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അറിവോടെയാണ് എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP പാർലമെന്ററി ബോഡി യോഗം ഇന്ന് ചേരും. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കലാണ് പ്രധാന അജണ്ട. NDA നേതാക്കളുടെ യോഗം 19-നും ചേരും. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച ഇന്ത്യ സഖ്യം യോഗം ചേരും. 21-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-നാണ് തിരഞ്ഞെടുപ്പ്. വൈകിട്ട് BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. പ്രധാനമന്ത്രിയും പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന NDA യോഗം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രധാനമന്ത്രിയെയും നദ്ദയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ധാരണയിലെത്തിയ പേരുകൾ ഇന്ന് യോഗത്തിൽ BJP ദേശീയ അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കും. പാർലമെന്ററി ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി നാളെ ചേരുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യോഗത്തിൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജഗദീപ് ധൻഖർ പദവിയൊഴിഞ്ഞതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് സിംഗ്, ഡൽഹി ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ആദ്യ പരിഗണനാ പട്ടികയിലുണ്ട്. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ പേരും പദവിയിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിൽ നിന്ന് തന്നെ ഉപരാഷ്ട്രപതി മതി എന്നുള്ളതാണ് BJPയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായിരുന്നപ്പോൾ എടുത്ത നിലപാടുകളാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് നേതാക്കളെ എത്തിക്കുന്നത്. നാളെ NDA യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രതിപക്ഷത്തും സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ അറിയാൻ തിങ്കളാഴ്ച ഇന്ത്യ സഖ്യ യോഗവും ചേരും. ഈ മാസം 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് ഒന്നാം നിലയിലാണ് വോട്ടെടുപ്പ് നടക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ഇളവുകൾക്കായുള്ള ചർച്ചകൾ നിർത്തിവെച്ച അമേരിക്ക ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25-ന് US സംഘം എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്ത്യക്കുള്ള ഇറക്കുമതി ചുങ്കം 50% സാഹചര്യത്തിൽ ഇളവുകൾക്കുള്ള സാഹചര്യം ചർച്ച ചെയ്യാനായിരുന്നു അമേരിക്കൻ വ്യാപാര സംഘത്തിന്റെ വരവ് നിശ്ചയിച്ചിരുന്നത്. യാത്ര റദ്ദാക്കിയതോടെ അടുത്തങ്ങും ഇന്ത്യക്ക് നികുതി ഇളവ് നൽകില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. താൽക്കാലികമായിട്ടാണോ സ്ഥിരമായിട്ടാണോ അമേരിക്കൻ നിലപാടെന്ന് വ്യക്തമല്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അമേരിക്ക ആദ്യം ചുമത്തി 25% നികുതി വർധനവ് ഓഗസ്റ്റ് 7-ന് പ്രാബല്യത്തിൽ വന്നിരുന്നു. അമേരിക്കൻ താക്കീത് വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ട്രംപ് ഭരണകൂടം തീരുവ ഇരട്ടിയാക്കി. ഓഗസ്റ്റ് 27-ന് 50% തീരുവ പ്രാബല്യത്തിലാകാനിരിക്കെയാണ് അമേരിക്ക ചർച്ച റദ്ദാക്കിയത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അരവിന്ദൻ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരവിന്ദൻ, എന്താണ് പരിക്കേറ്റവരുടെ അവസ്ഥ എന്ന് ആദ്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സ്വപ്ന, കനത്ത മഴയാണ് മലപ്പുറത്ത് എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ദേശീയപാതയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. കുറ്റിപ്പുറത്തിനടുത്ത് ആശുപത്രിക്ക് സമീപമാണ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ്, ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ വാഹനത്തിന് നല്ല വേഗതയും ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ടൂറിസ്റ്റ് ബസ് മറയുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഗവൺമെന്റ് ആശുപത്രിയുണ്ട്, ഇവിടെ നിരവധി പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പരിക്ക് പറ്റിയവരെ എടപ്പാളിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ബസ്സിനുള്ളിൽപ്പെട്ടവരെല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞു, വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സ്വപ്ന, മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല എന്നൊരു വാർത്തയാണ് ഈ സമയത്ത് പുറത്ത് വരുന്നത്. വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കും. പത്തനംതിട്ടയിൽ കക്കി, ആനത്തോട് ഡാമുകളും തുറന്നു. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. 1ഉം 3ഉം ഷട്ടറുകൾ 20 സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തിയാണ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതുമൂലം ആങ്ങമൂഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ കക്കാട്ടാറിന്റെയും പ്രത്യേകിച്ച് മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെയുള്ള ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് ഉയർന്നതിനാൽ പാറക്കടവ്, കുന്നുകര, പുത്തൻവേലിക്കര, ചേന്നമംഗലം പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നിന്നും കാണാതായി വർഷങ്ങൾക്കു ശേഷം ചേരമ്പാടി വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ബത്തേരി സ്വദേശി വെൽബിൻ മാത്യുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിനിമയുടെ തിയേറ്റർ കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നത് നിർത്തിയെന്ന ലിസ്റ്റൻ സ്റ്റീഫൻ. കണക്കുകൾ പുറത്തുവിടുന്നതിനെ ചൊല്ലി പലർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നു. മാത്രമല്ല, തിയേറ്റർ കണക്കുകൾ മാത്രം പുറത്തുവിടുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കി, ബിസിനസ് കുറവുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു. കുറേ ആളുകൾക്ക് താല്പര്യമുണ്ട്, കുറേ ആളുകൾക്കത് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളും കമ്മിറ്റിയിലല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരും അത് വേണ്ട, അതെന്തിനാണ് എന്നുള്ള ചോദ്യം കൂടുതലായിട്ട് വന്നപ്പോൾ നമ്മളത് നിർത്തി. ചില നിർമ്മാതാക്കൾ എന്താണ് എത്ര രൂപ നടന്നെന്ന് പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തിയേറ്റർ കളക്ഷൻസ് മാത്രമാണ് നമ്മൾ പുറത്ത് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് പിന്നെ നമ്മളത് കമ്പൽ ചെയ്ത് വേണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് നമ്മളത് നിർത്തിയത്. ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിർമ്മാതാക്കൾ പറഞ്ഞു അത് ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വിടുമ്പോൾ ഒരു അസോസിയേഷൻ്റെ ലെവലിൽ നിന്ന് അത് വിടുമ്പോൾ സിനിമകൾ ബിസിനസ് ആവാത്ത സിനിമകൾ വരുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർത്തിയത്.
പുലരിയിൽ മഴയെ അവഗണിച്ച ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക്. ഇന്ന് പുലർച്ചെ 5-ന് ക്ഷേത്രനട തുറന്നത് മുതൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് എത്തുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു. ഇന്ന് പതിവ് പൂജകളുണ്ടാകും. ഒപ്പം ഉഷപൂജയ്ക്ക് ശേഷം ശബരിമല കീഴ്ശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും. ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ നറുക്കെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകും. ഇന്ന് രാവിലെ തന്നെയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തതും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പമ്പ സ്നാനത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഭക്തർക്ക് മല കയറുന്നതിനും ഇറങ്ങുന്നതിനും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ജയം. മലോർക്കയ്ക്കെതിരെ മറുപടിയില്ലാത്ത 3 ഗോളിനാണ് ബാഴ്സയുടെ വിജയം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. മറുപടിയില്ലാത്ത 4 ഗോളിനാണ് മാഞ്ചസ്റ്റർ വൂൾസിനെ തോൽപ്പിച്ചത്. മറ്റു മത്സരത്തിൽ ടോട്ടനത്തിനും സണ്ടർലാൻഡിനും ജയം. ബ്രൈറ്റൺ ഫുൾഹാം മത്സരം സമനിലയിൽ കലാശിച്ചു. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.